നമസ്കാരം. ലോകം സാക്ഷ്യം വഹിക്കുന്നത് ദക്ഷിണേഷ്യൻ രാഷ്ട്രീയത്തിലെ നിർണായകമായ ചില നിമിഷങ്ങൾക്കാണ്. ഒരു വശത്ത് മാനുഷികതയുടെയും വികസനത്തിന്റെയും വെളിച്ചം പകരുന്നത് ഇന്ത്യയാണ്. മറുവശത്ത് ഭീകരതയുടെയും തടസ്സവാദത്തിന്റെയും ഇരുട്ട് വിതയ്ക്കുന്നത് പാകിസ്ഥാൻ എന്ന രാജ്യവും. പാകിസ്ഥാനുമായുള്ള അഫ്ഗാനിസ്ഥാന്റെ ബന്ധം വഷളാകുന്നതിനിടെ നിർണായക നീക്കം നടത്തിയിരിക്കുകയാണ് ഇന്ത്യ. അഫ്ഗാനുമായി സാമ്പത്തിക സഹകരണം വിപുലമാക്കാൻ ഇന്ത്യൻ കമ്പനികൾ തയ്യാറായി കഴിഞ്ഞു. ഇരു രാജ്യങ്ങളിലെയും പ്രമുഖ ഫാർമസ്യൂട്ടിക്കൽ കമ്പനികൾ ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചു. $10 കോടി കരാർ. വ്യാപാര നിക്ഷേപ ബന്ധങ്ങൾ ശക്തിപ്പെടുത്താൻ ലക്ഷ്യമിട്ട് താലിബാൻ വ്യവസായ വാണിജ്യ മന്ത്രി അൽ ഹാജ് നുറുദ്ദീൻ അസീസി ഇന്ത്യൻ സന്ദർശനം പൂർത്തിയാക്കി ദിവസങ്ങൾക്കകമാണ് കരാറിൽ ഒപ്പുവെച്ചിരിക്കുന്നത്. പാകിസ്ഥാന്റെ പ്രാദേശിക വ്യാപാര സ്വാധീനത്തിന് തിരിച്ചടി നൽകുന്ന സുപ്രധാന നീക്കം കൂടിയാണത്. കരാർ പ്രകാരം ഇന്ത്യയിലെ പ്രമുഖ മരുന്ന് നിർമ്മാതാക്കളിൽ ഒന്നായ സൈഡസ് ലൈഫ് സയൻസ് തുടക്കത്തിൽ അഫ്ഗാനിസ്ഥാനിലേക്ക് മരുന്നുകൾ കയറ്റുമതി ചെയ്യും. കാലക്രമേണ കമ്പനി തങ്ങളുടെ നിർമ്മാണശാല അഫ്ഗാനിസ്ഥാനിലും സ്ഥാപിക്കുകയും മരുന്നുൽപാദനം ആരംഭിക്കുകയും ചെയ്യും. പ്രാദേശിക ഉൽപാദനത്തിനായുള്ള സാങ്കേതിക വിവരങ്ങളുടെയും വൈദഗ്ധ്യത്തിന്റെയും കൈമാറ്റം ഇതിനകം തന്നെ ആരംഭിച്ചു. ഈ നീക്കം നിർണായകമായ ഒരു ഭൗമരാഷ്ട്രീയ സാഹചര്യത്തിലാണ് വരുന്നത്. താലിബാൻ അടുത്തിടെ പാകിസ്ഥാനുമായുള്ള വ്യാപാരം നിരോധിക്കുകയും പാക് വിതരണക്കാരുമായുള്ള ഫാർമസ്യൂട്ടിക്കൽ ബിസിനസ് ബന്ധങ്ങൾ 3 മാസത്തിനകം അവസാനിപ്പിക്കാൻ അഫ്ഗാൻ സ്ഥാപനങ്ങൾക്ക് നിർദ്ദേശം നൽകുകയും ചെയ്തിരുന്നു. അതിനാൽ പരമ്പരാഗതമായി അഫ്ഗാൻ വാണിജ്യത്തിന്റെ പ്രധാന ഗതാഗത വ്യാപാര കേന്ദ്രമായി പ്രവർത്തിച്ചിരുന്ന പാകിസ്ഥാന് വലിയ തിരിച്ചടിയാണ് പുതിയ ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ കരാർ. അതെ, എല്ലാ രീതിയിലും പാകിസ്ഥാൻ ഒറ്റപ്പെടുകയാണ്. അഫ്ഗാനിസ്ഥാനുമായി ഇന്ത്യയുടെ ഈ നയതന്ത്ര ബന്ധം പാകിസ്ഥാന്റെ നട്ടല് തകർത്ത നീക്കമായിരുന്നു. അമേരിക്കയുമായി പാകിസ്ഥാൻ കൂടുതൽ അടുത്തപ്പോൾ ഇന്ത്യ അഫ്ഗാനുമായുള്ള നയതന്ത്ര ബന്ധം കൂടുതൽ മെച്ചപ്പെടുത്തി. ഇന്ത്യ അഫ്ഗാൻ ബന്ധം പാകിസ്ഥാന്റെ ഉറക്കം കെടുത്തുന്ന ഒന്നാണ്. പാകിസ്ഥാൻ തങ്ങളുടെ രാഷ്ട്രീയ ലാഭത്തിനായി പതിറ്റാണ്ടുകളായി പോറ്റി വളർത്തിയ താലിബാൻ തന്നെ ഇന്ന് പാകിസ്ഥാനെ കൈവിടുന്ന കാഴ്ചയാണ് നാം കാണുന്നത്. തന്ത്രപരമായ ആഴം എന്ന പേരിൽ പാകിസ്ഥാൻ കെട്ടിപ്പടുത്ത ഗൂഢതന്ത്രങ്ങളെല്ലാം ഇതിനോടകം തകർന്നടിഞ്ഞു കഴിഞ്ഞു. ഇന്ത്യ ആകട്ടെ ഭൂമിശാസ്ത്രപരമായ തടസ്സങ്ങളെല്ലാം മറികടന്ന് മുന്നോട്ടു പോവുകയാണ്. ഇറാനിലെ ചബഹാർ തുറമുഖം വഴിയും വ്യോമ ഇടനാഴി വഴിയും അഫ്ഗാനിലേക്ക് സഹായം എത്തിച്ച് സൗഹൃദത്തിന്റെ യഥാർത്ഥ മാതൃക ഇന്ത്യ കാണിച്ചു. ചൈന പാകിസ്ഥാൻ സാമ്പത്തിക ഇടനാഴിയിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ച പാകിസ്ഥാന് അഫ്ഗാൻ വ്യാപാരത്തിനായി ഇന്ത്യ ഇറാനിലെ ചബഹാർ തുറമുഖം വഴി വിജയകരമായ ബദൽ മാർഗം സ്ഥാപിച്ചത് വലിയ തിരിച്ചടിയായി. പ്രാദേശിക തലത്തിൽ സാമ്പത്തികമായി ബന്ധിപ്പിക്കാനുള്ള പാകിസ്ഥാന്റെ ശ്രമങ്ങളുടെ പരാജയം ഇതെടുത്തു കാണിക്കുന്നതാണ്. ഇത് പാകിസ്ഥാന്റെ വ്യാപാര നിയന്ത്രണങ്ങളെ പൂർണ്ണമായും ഇല്ലാതാക്കി. രോഗങ്ങൾക്കും ദാരിദ്ര്യത്തിനുമെതിരെ പൊരുതുന്ന ഒരു ജനതയ്ക്ക് മരുന്ന് നിഷേധിക്കാൻ ശ്രമിച്ച പാകിസ്ഥാന്റെ നയം അന്താരാഷ്ട്ര തലത്തിൽ പോലും വലിയ വിമർശനങ്ങൾക്ക് വഴിവെച്ചിട്ടുണ്ട്. താലിബാൻ ഭരണകൂടത്തിന് ഔദ്യോഗികമായി അംഗീകാരം നൽകാതെ തന്നെ ഇന്ത്യ മാനുഷികവും സാമ്പത്തികവുമായ ബന്ധങ്ങൾക്ക് മുൻഗണന നൽകി. എന്നാൽ താലിബാനെ അംഗീകരിക്കാൻ ശ്രമിച്ച പാകിസ്ഥാന്റെ നയതന്ത്ര നീക്കം പൂർണ്ണമായും പരാജയപ്പെടുകയും നിലവിലെ ഭരണകൂടവുമായി ബന്ധം വഷളാവുകയും ചെയ്തു. ഇന്ത്യയുടെ സഹായവും വ്യാപാരവും അഫ്ഗാനിസ്ഥാനിലെ ജനജീവിതം മെച്ചപ്പെടുത്തി പരോക്ഷമായി സ്ഥിരത വർദ്ധിപ്പിക്കുമ്പോൾ പാകിസ്ഥാന്റെ അതിർത്തി കടന്നുള്ള ഓപ്പറേഷനുകൾ അഫ്ഗാനിലെ സുരക്ഷാ സാഹചര്യം കൂടുതൽ വഷളാക്കുകയും അഫ്ഗാൻ ജനതയെ കൂടുതൽ അകറ്റുകയും ചെയ്യുന്നു. ചുരുക്കത്തിൽ വികസനവും മാനുഷികതയും മുൻനിർത്തിയുള്ള ഇന്ത്യയുടെ നയതന്ത്ര നീക്കം വിജയിക്കുമ്പോൾ ഭീകരതയും തടസ്സവാദവും ആശ്രയിച്ചുള്ള പാകിസ്ഥാന്റെ തന്ത്രം പൂർണ്ണമായും പരാജയപ്പെടുകയും ആഗോളതലത്തിൽ പാകിസ്ഥാൻ എന്ന രാജ്യം ഒറ്റപ്പെടുകയും ചെയ്തിരിക്കുന്നു. ഈ പുതിയ കരാർ പാകിസ്ഥാന്റെ നട്ടല് തകർത്ത ഇന്ത്യയുടെ ശക്തമായ ഒരു ഭൗമരാഷ്ട്രീയ പ്രഖ്യാപനം തന്നെയാണ്.